ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 15-ാം ഞായറാഴ്ച. നമ്മൾ പള്ളിയിൽ സാധാരണ കാണുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ആൾക്കാരിരിക്കുന്ന സ്ഥലങ്ങൾ. അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഫാൻ നോക്കി അല്ലെങ്കിൽ തൂണുകൾ നോക്കി സൈഡിലോട്ട് മാറി പുറകിലൊക്കെ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പള്ളിയുടെ പുറത്ത് വട്ടക്കല്ലയിൽ പള്ളിയിൽ നിന്നും തിരിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. സുഖമായിട്ട് കാറിൽ എ സി ഒക്കെ ഓൺ ചെയ്തുകൊണ്ട് വീട്ടിലെ ആൾക്കാരെ പള്ളിയിലാക്കിയിട്ട് അവിടെ ഇരുന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നിന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരേ ഫലം തന്നെയാണ് കിട്ടുന്നത്? ഒരു സംശയമാണ്. എനിക്ക് തോന്നുന്നു ആ സംശയം നമുക്ക് ഇന്നത്തെ ഗോസ്പലിലൂടെ കിട്ടുമെന്ന് തോന്നുന്നു. ഇന്നത്തെ വചനങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നത്തെ ഒന്നാമത്തെ വായന യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55 നിന്നാണ്. പറയുന്ന ഇപ്രകാരമാണ്: കർത്താവിൻ്റെ അധരത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ വചനവും അതൊരിക്കലും വെറുതെ തിരിച്ചു വരില്ല, മറിച്ച് അതെന്ത് നിയോഗം അനുസരിച്ചാണോ അത് ഉപയോഗിക്കുന്നത് അത് മുഴുവനായിട്ടും പൂർത്തിയാക്കിയിട്ട് മാത്രമേ വരുള്ളൂ എന്ന് പറയുന്നു. വളരെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു വചനഭാഗം. സുവിശേഷ 2-ാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ റോമക്കാരോട് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള വാക്കുകൾ ഇപ്രകാരമാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഇന്നൊരു സഹനമുണ്ടെങ്കിൽ മറിച്ച് അതിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം, ഒരു വലിയ സന്തോഷം നമുക്കായി കാത്തിരിപ്പുണ്ട്. ഒരു പോസിബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നിൻ്റെ ഈ ഒരു സഹനത്തിൻ്റെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണ്. വിതക്കാരൻ്റെ ഉപമ. 4 സ്ഥലങ്ങളിലായിട്ട് വീഴുന്ന വിത്തുകൾ എപ്രകാരമാണ് വരുന്നത്, അതിൻ്റെ റിസൾട്ട് എന്താണെന്നതിനെക്കുറിച്ചാണ് വചനത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് കൃത്യമായിട്ടും പറയുന്നുണ്ട് വചനം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ്, ഗോസ്പൽ റിസെപ്ഷനെക്കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. വചനം എപ്രകാരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അതിൻ്റെ ഫലം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. 4 നിലങ്ങളാണ്. ഒന്ന് വഴിയരികിൽ, രണ്ടാമത്തേത് പാറകളുടെ ഇടയിൽ, മൂന്നാമത്തേത് മുള്ള് ചെടികളുടെ ഇടയിൽ, നാലാമത്തേത് നല്ല നിലത്ത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പല 4 സ്ഥലങ്ങളായിട്ട് കാണാതെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എൻ്റെ 4 അവസ്ഥകളെന്ന് കണ്ടുകൂടെ? ചില സമയത്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നല്ല നിലം പോലെ വചനം സ്വീകരിച്ച് അതിൻ്റെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ വചനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മുൾപ്പടർപ്പുകളുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും അതിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അത് ഫലം പുറപ്പെടുവിക്കാതിരുന്നിട്ടുണ്ട്. ചില സമയത്തെങ്കിലും വചനം ഞാൻ വളരെ പ്ലെയിനായിട്ട് വെറുതെ കേട്ട് പോകുന്നത് കൊണ്ട് ഒട്ടും വേരൂന്നി പോകാതെ ഒരു ചെറിയൊരു ചൂട് വരുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ആ വചനം വെറുതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വചനം ഞാൻ കേട്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയാതെ സുവിശേഷം വായിക്കുന്നുണ്ട്, പള്ളിയിൽ കേൾക്കുന്നുണ്ട്, പക്ഷേ കേട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഏതാണ് വചനം എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. കാരണം എന്താണ്, മറ്റ് ചിന്തകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ട് പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിധക്കാരൻ്റെ ഉപമ 4 മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളുടെ തന്നെ 4 അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചാൽ നല്ലതാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നത് നല്ല നിലമായി മാറാനാണ്. അതിൻ്റെ സസ്റ്റെയിൻ ചെയ്തെടുക്കണം. കൂടുതൽ നേരം നല്ല നിലമായിട്ട് നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം കർത്താവ് പറഞ്ഞു വെക്കുന്നു. ഇന്ന് ഈ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് രണ്ടാമത്തെ ഒരു ചിന്തയും കൂടെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ ഫലം പുറപ്പെടുവിക്കാത്ത മറ്റു 3 നിലങ്ങൾ? വചനത്തിൽ പ്രത്യേകമായിട്ട് എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നിലത്തിൻ്റെ കുറ്റമായിട്ട് പൊതുവെ അത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല. എവിടെയോ ഒരു ബ്ലെയിം ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. വഴിയരികിൽ വീണ വിത്ത് മുളക്കാത്തതിൻ്റെ കാരണം പുറത്തുനിന്നും കിളി വന്ന് കൊത്തിക്കൊണ്ടുപോയി. ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. പാറയുടെ അവിടെ വീണ വിത്ത് വരാത്തതിൻ്റെ കാരണം സൂര്യൻ വന്നപ്പോൾ ആ ചൂടിൽ ഇതൊക്കെ കരിഞ്ഞു പോയി. മുൾപ്പടർപ്പുകൾ വന്നിട്ട് വളർന്നു വന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ് എന്നെ പ്രൊഡക്റ്റീവ് അല്ലാതെ ആക്കി മാറ്റുന്നത്. എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ നമ്മളും ഇപ്രകാരം തന്നെയാണ്. നമ്മൾ എവിടെയോ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫ്രൂട്ട്ഫുൾ അല്ലാത്തതിൻ്റെ കാരണം എനിക്ക് ആ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അപ്പന് നല്ല കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിലും നല്ലൊരു അവസ്ഥയിലേക്ക് എനിക്ക് വരാൻ പറ്റുമായിരുന്നു. എൻ്റെ അപ്പനും അമ്മക്കും നല്ല പഠിത്തം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇതിലും നല്ലതായിരുന്നെങ്കിൽ, എനിക്കിതിലും നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, എനിക്കിതിലും നല്ല ജീവിത അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരിക്കലും ഈ അവസ്ഥ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അൺപ്രൊഡക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നും ആകാത്തൊരവസ്ഥ എനിക്ക് വരില്ലായിരുന്നു എന്ന് പറയുന്ന പലരുമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഏതൊക്കെ പറഞ്ഞാലും ഇതിലും പ്രധാനപ്പെട്ടതാണ്, എല്ലായിടത്തോട്ടും കർത്താവ് ഒരേപോലെ തന്നെ വിത്ത് വിതച്ച ആളാണ്. അവസരങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. നമ്മളാണ് പലപ്പോഴും പുറത്തുള്ള ഫാക്ടേഴ്സാണ് ഇതിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ പരാജയങ്ങളെയും നമ്മളുടെ കുറവുകളെയും മൂടി വെക്കുന്നത്. ഇന്ന് ഈ ഒരു ഞായറാഴ്ച നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏറ്റവും ആദ്യത്തേത് എൻ്റെ ജീവിതത്തിലെ അവസ്ഥകളാണ്. ഞാൻ വചനം സ്വീകരിക്കുന്ന അവസ്ഥകളാണ്. അതിലെ ഏറ്റവും താല്പര്യത്തോടും ആഗ്രഹത്തോടു കൂടെ തീക്ഷ്ണതയോടുകൂടെ ഞാൻ വചനം കേൾക്കുമ്പോൾ
ഞാൻ നല്ല നിലമായിട്ട് 30, 60, 100 മേനി ഫലം എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ചോയ്സ് എൻ്റെതാണ്. ഞാൻ ഏത് നിലമായിട്ടാണ് കർത്താവിനെ സ്വീകരിക്കേണ്ടതെന്ന്, വചനം സ്വീകരിക്കേണ്ടതെന്ന്. രണ്ടാമത്തേത്, എൻ്റെ ജീവിതത്തിലെ കുറവുകൾക്ക് ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിലെൻ്റെ ചോയ്സസിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സാന്നിധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചോയ്സസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സന്തോഷം എനിക്ക് കണ്ടെത്താൻ സാധിക്കും, എൻ്റെ വിജയം എനിക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനുള്ള അവസരം കർത്താവ് മറ്റാർക്ക് കൊടുത്തതുപോലെ തന്നെ എനിക്കും തന്നിട്ടുണ്ട്. ഒരു ഇക്വാളിറ്റി കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.